പാകിസ്ഥാന് തലസ്ഥാന നഗരിയിൽ 25,000 ക്രിസ്ത്യാനികൾ കുടിയിറക്കപ്പെടും. ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിൽ 2 കുടിയേറ്റ കേന്ദ്രങ്ങൾ ഒഴിയാൻ അധികാരികൾ ഉത്തരവിട്ടതിനെ തുടർന്ന് ഏകദേശം 25,000 ക്രിസ്ത്യാനികൾ കുടിയിറക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അവരിൽ പലരും ദരിദ്രരായ ശുചീകരണ തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ്. അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിലെ സെക്ടർ H1 റിംഷ കോളനിയിലെയും അക്രം ഗിൽ കോളനിയിലെയും താമസക്കാർക്ക് 3 ദിവസത്തെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചു. ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി CDA ഉദ്യോഗസ്ഥർ ഉച്ചഭാഷിണിയിലൂടെ പ്രഖ്യാപിച്ചു, നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യില്ല. ദയവായി നിങ്ങളുടെ സാധനങ്ങൾ എടുത്തുടൻ സ്ഥലം വിടുക. ഉദ്യോഗസ്ഥർ പറഞ്ഞു. തങ്ങൾ നിയമവിരുദ്ധ താമസക്കാരാണ് എന്ന വാദത്തെ താമസക്കാർ ശക്തമായി എതിർക്കുന്നു. റിംഷ മസീഹിൽ ഉൾപ്പെട്ട ഉന്നത മതനിന്ദാ കേസുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്ക് ശേഷം 1 ദശാബ്ദത്തിലേറെ മുമ്പ് സർക്കാർ തന്നെ നിരവധി കുടുംബങ്ങളെ ഈ പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി ക്രിസ്ത്യൻ അഭിഭാഷകൻ സർദാർ മുഷ്താഖ് ഗിൽ പറഞ്ഞു. ഒരു കാലത്ത് സംരക്ഷണപരമായ സ്ഥലമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ കുടിയിറക്ക ഭീഷണിയായി മാറിയിരിക്കുന്നു. വ്യക്തമായ പുനരധിവാസ പദ്ധതിയില്ലാതെയാണ് ഈ കുടുംബങ്ങളോട് സ്ഥലം വിടാൻ ആവശ്യപ്പെടുന്നത്. ഗിൽ പറഞ്ഞു. ചർച്ച് നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും കുടിയൊഴിപ്പിക്കൽ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടു.